ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അടുത്തിടെ ഉണ്ടായ 2 മരണങ്ങൾ എന്നെ വളരെയധികം ഉലച്ച സംഭവങ്ങളായിരുന്നു. ആദ്യത്തേത് ഞങ്ങളുടെ പുറത്തിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ. പ്രായം കുറവായിരുന്നു, 21 വയസ്സ്. നല്ല കഴിവുള്ളതും നല്ല ഉന്മേഷമുള്ളതുമായിട്ടുള്ള ഒരു പെൺകുട്ടി, വളരെ നല്ലൊരു ഭാവിയുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരാൾ മരിക്കുന്നുടനെ നമ്മളെ അത് വളരെയധികം ഉലയ്ക്കും. രണ്ടാമതായി കഴിഞ്ഞ വ്യാഴാഴ്ച അമേരിക്കയിൽ ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ മൾട്ടി ഫൈസറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ബേസിക്കലി അദ്ദേഹം അമേരിക്കയിലുള്ള പല യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ചെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളും അദ്ദേഹത്തിൻ്റെ ഐഡിയാസും മറ്റുള്ള കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കും. കുട്ടികളിൽ നിന്നുള്ള ആൾക്കാർക്ക് അദ്ദേഹം പറയുന്നതുമായിട്ട് എതിരായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ഡിബേറ്റ് നടത്താം. വളരെ ഓപ്പണായിട്ടുള്ള ഡിബേറ്റ്സ്, ആർക്കും എന്ത് ടോപ്പിക്കിനെയും പറ്റി സംസാരിക്കാം. ചാർലി കിർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു സേവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ചാർലി കിർക്കിന്. ചാർലി കിർക്ക് നമുക്ക് വിഷമമുണ്ടാക്കുന്ന വിഷയം, 31-ാം വയസ്സിലാണ് അദ്ദേഹത്തെ ഒരാൾ വെടിവെച്ച് കൊന്നത്. അപ്പോൾ ഇനിയും ചാർലി കിർക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ജനങ്ങളുമായിട്ട് ഡിബേറ്റ് ചെയ്തത്, എന്തിനെപ്പറ്റിയും സംസാരിക്കും. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ടോപ്പിക്കുകൾ ഇതായിരുന്നു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ, വിവാദങ്ങളുണ്ടാക്കിയ ടോപ്പിക്സ്. അതായത് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ. അതിനകത്ത് അമേരിക്കൻ പൊളിറ്റിക്സിലെ ഡെമോക്രാറ്റിക് പാർട്ടി, അവർ കൺസർവേറ്റീവ് എന്ന് അല്ലെങ്കിൽ അറിയപ്പെടും, കൺസർവേറ്റീവ് ചിന്താഗതികളുള്ള ആൾക്കാരാണ്. അതായത് ഫാമിലി വാല്യൂസ്, ക്രിസ്ത്യൻ വാല്യൂസ്, അതുപോലെ ഭ്രൂണഹത്യക്കെതിരെയുള്ള സംസാരം, ട്രാൻസ്ജെൻഡർ വിഷയങ്ങളിനകത്തുള്ള ഇടപെടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാമിലി ഡൈവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ചാർലി കിർക്ക് ഒരു യാഥാസ്ഥിക വിശ്വാസിയായിരുന്നു. ആ ചിന്താഗതിയുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് മോഡേൺ ജനറേഷനിലുള്ള ആൾക്കാരും അതേപോലെ വോക്ക് ചിന്താഗതിയുള്ള ആൾക്കാരും അദ്ദേഹവുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടും. ഞാൻ കണ്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോകളിൽ എല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ട് ചാർലി കിർക്ക് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ പറയുകയും ജനങ്ങൾക്ക് അത് മനസ്സിലാകത്തക്ക രീതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. പലപ്പോഴും ഓരോ അജണ്ടയുടെ ഭാഗമായിട്ട് സംസാരിക്കാൻ വരുന്ന മറ്റ് ചിന്താഗതിക്കാർ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ വാക്കുകൾ നഷ്ടപ്പെട്ട് മടങ്ങിപ്പോകുന്ന അവസ്ഥകളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പസുകളുടെ ഒരു പ്രിയങ്കരനായി മാറിയ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇദ്ദേഹത്തെ സ്നേഹിച്ചത്? ഇത്രയും ജനങ്ങൾ സ്നേഹിച്ചു എന്ന് ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ അറിഞ്ഞത് തന്നെ. അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ചാർലി കിർക്കിനെ അവർക്കറിയാം, ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളും, അതായത് 12-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് എനിക്കറിയാം. ഞാനും 1-2 വർഷമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാര്യം അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് നമുക്ക് പല വിഷയങ്ങളെപ്പറ്റി ഒരു ക്ലാരിറ്റി നൽകും. വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. നമുക്ക് സംശയം ഇനിയും ഉദിക്കാത്ത രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് ആ ടോപ്പിക്കിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ചിന്താഗതികളും എവിഡൻസുമായിരുന്നു അദ്ദേഹം നിരത്തിയിരുന്നത്. ഇദ്ദേഹം ഇത്രയും സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായത് പല വ്ളോഗേഴ്സും പല ന്യൂസ് അവതാരകരും ഒക്കെ, ഇൻ്റർനെറ്റ് ന്യൂസ്, ഓൺലൈൻ ന്യൂസ് അവതാരകരൊക്കെ ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത പറഞ്ഞപ്പോൾ വിതുമ്പുന്നു, അവർ കരയുന്നു. അമേരിക്കയിൽ വളരെയധികം ആൾക്കാർ വെടിവെച്ച് മരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഇവരെല്ലാം വെടിവെച്ച് കൊല്ലപ്പെട്ട ആൾക്കാരാണ്. പക്ഷെങ്കിൽ ആഗോളതലത്തിൽ ഇത്രയും ആൾക്കാരെ സ്പർശിച്ച ഒരു മരണം, അത് ചാർലി കിർക്കിൻ്റെ മരണശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പം അത്രയ്ക്ക് ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇദ്ദേഹം 31 വയസ്സുള്ള ഇദ്ദേഹം യുവജനങ്ങളുടെ ഒരു ലീഡർ തന്നെയായിരുന്നു.
അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് നോക്കിക്കാണുവാനായിട്ടുള്ള ഒരു റോൾ മോഡലും ആയിരുന്നു. അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്ന അമേരിക്കക്കാരിൽ ചെറുപ്പക്കാരായ ജനങ്ങൾ അമേരിക്കയെ വീക്ഷിക്കുന്നത് ഒരു യുദ്ധഭ്രാന്ത ഉള്ള ഒരു രാജ്യമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. എവിടെ യുദ്ധമുണ്ടെങ്കിലും അതിൽ പങ്കാളികളാകുകയും അവിടെ അമേരിക്കൻ സോൾജേഴ്സിനെ പറഞ്ഞു വിടുകയും പലരും മരിച്ച് പെട്ടിക്കുടലായി തിരിച്ചു വരികയും ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടുകൊണ്ട് ജനിച്ച് വളർന്നു വരുന്ന യുവജനങ്ങളാണ് അമേരിക്കയിലുള്ള ഇപ്പോഴത്തെ യുവജനങ്ങൾ. അതുപോലെ തന്നെ പല വീടുകളിലും സിംഗിൾ പേരൻസാണ്. ഡൈവോഴ്സ് മൂലം ഒന്നുകിൽ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്കാരാണ്. മൂന്നാമത് ആണാണോ പെണ്ണാണോ എന്നുള്ള സംശയത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. അതുപോലെ പെണ്ണായിട്ട് ജനിച്ചിട്ട് ആണായിട്ട് മാറുവാനായിട്ട് ട്രാൻസ്ജെൻഡർ സർജറികളൊക്കെ ചെയ്ത് അതിനുശേഷം സർജറി ചെയ്ത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി തിരിച്ചു വരാൻ സാധിക്കാതെയും 2 ശരീരങ്ങളിൽ അകപ്പെട്ടു പോയ മനസ്സുകൾ, അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുട്ടികൾ. അപ്പം ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അമേരിക്കയിലുള്ള ഇപ്പോഴത്തെ യുവജനങ്ങൾ. ഇവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുവാൻ വ്യക്തമായിട്ട് മാതാപിതാക്കൾ അവൈലബിൾ അല്ല. നല്ല പൊളിറ്റിക്കൽ ലീഡേഴ്സില്ല, നല്ല റിലീജിയസ് ലീഡേഴ്സില്ല, സോഷ്യൽ ലീഡേഴ്സില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇല്ലായ്മയുടെ കാലത്താണ് ചാർലി കർക്ക് എന്ന് പറയുന്ന യുവജനത്തിൻ്റെ പ്രതീകമായ അദ്ദേഹം 28 വയസ്സൊക്കെ ആയപ്പോഴാണ് വളരെ ഫേമസ് ആയിട്ട് ക്യാമ്പസുകളിലോട്ടൊക്കെ പോയത്. 17-ാം വയസ്സിൽ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ തുടങ്ങി. മടങ്ങിപ്പോവുക, കൺസർവേറ്റീവായിട്ടുള്ള ചിന്താഗതികളിലേക്ക് മടങ്ങിപ്പോവുക എന്നർത്ഥമുള്ള ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. പക്ഷേ അദ്ദേഹം വളരെ പോപ്പുലറായത് കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രംപിൻ്റെ പ്രായം ഇത്രയുമായ ട്രംപിലേക്ക് യുവജനങ്ങളുടെ വോട്ട് കൊണ്ടുവന്നെത്തിച്ചത് ചാർലി കർക്കിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ ഒരു ഫാദർ ഫിഗർ, അപ്പനില്ലാത്ത കുടുംബങ്ങളുടെ ഒരു ഫാദർ ഫിഗർ, ആർക്കും എന്ത് സംശയം ഈ ക്യാമ്പസ് ഡിബേറ്റിൽ ചെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അതിന് വ്യക്തമായി കൃത്യമായി മറുപടി കൊടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചാർലി കർക്കിനെ യുവജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ ഡിബേറ്റിനകത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, എൻ്റെ മാതാപിതാക്കൾ പൊളിറ്റിക്കൽ വ്യൂസിന് 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഒരാൾ കൺസർവേറ്റീവും ഡെമോക്രാറ്റിക്കും, മറ്റേ ആൾ റിപ്പബ്ലിക്കൻ ചിന്താഗതിയും. 2 പേരും സെപ്പറേറ്റായിട്ട് 2 വീടുകളിൽ കഴിയുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുന്ന ഉടനെ അവർ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ചിന്താഗതികൾ ഈ പെൺകുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുവാനായിട്ട് സംസാരിക്കും. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവരെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നത്? അപ്പോൾ ചാർലി കർക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടികൾ പലപ്പോഴും എടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും വേദപുസ്തകത്തിലെ വിശ്വാസത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും വേദപുസ്തകം പറയുന്നത് ഓണർ യുവർ ഫാദർ ആൻഡ് മദർ. ഇഫ് യു കനോട്ട് ഓണർ യുവർ എർത്തലി ഫാദർ, ഹൗ ക്യാൻ യു ഓണർ യുവർ ഹെവൻലി ഫാദർ? അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്ന 2 ആൾക്കാർ പറയുന്ന ചിന്താഗതികളും കേൾക്കുക. സഹിക്കാൻ വയ്യാതെ വരുന്നവരെ ഒരു കോമൺ ടോപ്പിക്കിലേക്ക് മാറുക. അതായത് നിങ്ങൾക്ക് വേദപുസ്തകത്തിനെ പറ്റി സംസാരിക്കാമല്ലോ, അങ്ങനെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ബന്ധങ്ങൾ വഷളാക്കാതെ മാതാപിതാക്കളെ 2 പേരെയും ഒരേപോലെ ആദരിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള നല്ല പ്രാക്ടിക്കൽ അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെയധികം യുവാക്കളുടെ സപ്പോർട്ടും വളരെയധികം യുവാക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. ഇതിനുശേഷം എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹത്തിന് മരണശേഷം പല യുവാക്കളും രോക്ഷം കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു മോർണിംഗ് സ്റ്റാർ പോലെ നല്ല പ്രകാശത്തോടെ ജ്വലിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു വ്യക്തിയെ ഒരാൾ വന്ന് വെടിവെച്ച് കൊന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തുക. അപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നു. ആ ഒരു നഷ്ടത്തിൽ അവർ രോക്ഷാകുലരാണ്. ഭാവിയിലെ അമേരിക്കൻ പ്രസിഡന്റ് എന്നെല്ലാവരും അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർ പ്രവചിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മരണം എന്നെയും
വളരെയധികം സ്വാധീനിച്ചു. പക്ഷേ ഈ മരണത്തിൽ നിന്നൊക്കെ നമുക്കെന്താണ് നമ്മുടെ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? ചാർലി കിർക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, കില്ലിങ് എ ബിലീവർ മീൻസ് യു ആർ ഡെലിവറിങ് ദം ടു ഗോഡ്. ഒരു വിശ്വാസിയെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ വിശ്വാസിയുടെ നാഥൻ്റെ അടുക്കിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലുവാനായിട്ട് അദ്ദേഹത്തിനെ റിലീസ് ചെയ്ത് ഡെലിവറി ചെയ്ത് വിടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാർലി കിർക്ക് സൃഷ്ടാവായ യേശു ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും അടുക്കിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. ചാർലി കിർക്ക് പറഞ്ഞത്, മരണശേഷം അദ്ദേഹം റിമെമ്പർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആസ് എ കറേജിയസ് പേഴ്സൺ ഹു ഡിഫെൻഡഡ് ഹിസ് ഫെയ്ത്ത്. ധൈര്യശാലിയായ ഒരു വ്യക്തിത്വം, അതേപോലെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനായിട്ട് ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയ ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു ഫിസിക്കൽ ബോഡി മാത്രമല്ല. ഫിസിക്കൽ ബോഡി വിൽ ഗോ ബാക്ക് ടു ദ എർത്ത്. മണ്ണിലേക്ക് ചേരും. തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവ്, ചാർലിയുടെ ആ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കൽ എത്ര നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഇൻ്റർനെറ്റിലോ ചാർലി കിർക്ക് എന്ന് പറയുന്ന പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പല ഡിബേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇതിനകത്തുനിന്ന് വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുമുണ്ട്. അങ്ങനെ ചാർലി കിർക്കിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ആദ്യത്തെ കാര്യം, നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്, മരണത്തെപ്പറ്റിയും ജഡ്ജ്മെൻറ്റിനെ പറ്റിയും നിത്യതയെപ്പറ്റിയുമുള്ള ഓർമ്മകളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സുറിയാനി വിശ്വാസത്തിൽ പറയുന്നതാണ്. അതേപോലെ എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നതാണ്. മരണം, ന്യായവിധി, നിത്യജീവൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. മരണം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സദാ നേരവും നമ്മൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇത്. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ മുമ്പിലുള്ള റീൽസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ചാർലി കിർക്ക് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയത് ഡിബേറ്റുകളിൽ കൂടെയാണ്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ. ഒരാളുടെ സംശയം വരുന്നത് അത് ചോദിക്കുക, അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ കൊണ്ട് ആരും എന്നല്ല, ഇത് കേൾക്കുന്ന 90% ആൾക്കാരും നിത്യജീവൻ കാണുകയില്ല, ദൈവത്തെ കാണുകയില്ല. ഡിബേറ്റുകളാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെങ്കിൽ നേരത്തെ നമ്മൾ ശീലിച്ചിട്ടുള്ള ഈ നീണ്ട പ്രസംഗങ്ങളും ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്ത് പാണ്ഡിത്യമുള്ള ആൾക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരുമായിട്ട് സംവാദം ചെയ്യണം, സംസാരിക്കണം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പീച്ച് പറയുന്നു, ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള സ്പീച്ചായിരിക്കും, ചില ആൾക്കാർക്ക് ബാധിക്കാത്ത സ്പീച്ചായിരിക്കും, ചില ആൾക്കാരെ ഒരു കൺസേണും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. നമ്മളവിടെ 1 മണിക്കൂറത്തേക്കിന് പ്രസംഗം കേൾക്കാൻ ചെയ്യുന്നു, നമ്മളവിടെ പെട്ടുപോയി ഇരിക്കപ്പെടുകയും ചെയ്യും. നമ്മളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, പാണ്ഡിത്യമുള്ള ആൾക്കാരും ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുമായിരിക്കണം മുന്നേക്ക് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ മുൻപിലേക്ക് വരുവാനായിട്ട്. അതുപോലെ തന്നെ യുവജനങ്ങളുടെ സംശയങ്ങൾ പലതായിരിക്കും. ആ സംശയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടണം. ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെയായിരുന്നു. ഒരു ജനറേഷനിൽ 1-2 മാത്രം കിട്ടുന്ന വ്യക്തിത്വങ്ങൾ. അങ്ങനെ ഒരാളിനെ ഇനിയും നമുക്ക് ഉടനെ എങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും യേശു ക്രിസ്തു ഒരാൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷം അദ്ദേഹത്തിന് അത്രയും ഒന്നും കഴിവില്ലാത്ത 12 ശിഷ്യന്മാരാണ് ഇപ്പോൾ ഈ ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചാർലി കിർക്ക് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിക്കുന്നു. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഇപ്പോഴും ജീവിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ശ്രമിച്ച പല ആൾക്കാരുടെയും മനസ്സിലും ഹൃദയത്തിലും ജീവിക്കുന്നു. നമ്മളുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് ഉതകട്ടെ. ആ സ്നേഹത്തിൽ കൂടെ നമ്മൾ
യേശുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ക്രിസ്ത്യാനികളാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.